ഹലോ, അസ്സാം വലൈക്കും. എല്ലാവരും ഈ ചാനൽ മറന്നുണ്ടാവില്ലേ? 3 വർഷത്തിൽ കൂടുതലായി ഇതിലെന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി മുതൽ ഈ ചാനലിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പേരിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മുന്നത്തെ പോലത്തെ കുക്കിംഗ് വ്ളോഗ്സൊന്നും ആയിരിക്കില്ല. ഡെയിലി വ്ളോഗ്സോ നമ്മുടെ സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില ടിപ്സ് ആകാം, ചിലപ്പോൾ ഡെയിലി വ്ളോഗ്സ് ആകാം, ചിലപ്പോൾ ചെറിയ കുക്കിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ചാനലൊന്ന് പൊടി തട്ടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ എല്ലാവരും സ്കൂളിൽ പോയിരിക്കണം. ആദ്യം നോക്കിയപ്പോൾ മഴയാണ്, നല്ല മഴയാണ്. എല്ലായിടത്തെയും പോലെ തന്നെ ഇന്ന് എല്ലാവർക്കും മഴ തന്നെയാണെന്ന് വിചാരിക്കണം. ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്. അലക്കിയതാണെങ്കിൽ ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയാതെ മണങ്ങൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വെയിൽ പോലെ തോന്നിയ കാരണം അത് ഉണക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാൻഡ് എടുത്ത് പുറത്ത് കൊടുന്നിട്ടത്. നോക്കുമ്പോൾ മഴയാണ്. ഇത് ഉണക്കാൻ പറ്റുമോ ഇല്ലേ നോക്കിയിരുന്ന് ഇങ്ങനെ മഴ തന്നെയാണ്, മഴ അങ്ങനെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങനെ നേരെ അടുക്കളയിലേക്ക് വന്നു. കണ്ടില്ലേ, ഇത് ഞാൻ കാണിച്ചതെന്ന് നോക്കിയേ, ചെറിയ പൊട്ടിയ പോട്ടിൽ ഞാൻ പണ്ട് ചെടികൾ നട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ ഉണങ്ങിപ്പോയപ്പോൾ ഞാൻ ഉള്ളി ഇങ്ങനെ മുളച്ച് വന്നത് അങ്ങനെ നട്ടു നോക്കിയതാണ് നമ്മുടെ കപ്പിൽ. നോക്കുമ്പോൾ അത് നന്നായി മുളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇങ്ങനെ മുള വന്നത് പുറത്ത് വെയിലുള്ളപ്പോൾ പുറത്ത് ഇങ്ങനെ 5-10 ഇങ്ങനെ നട്ടപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പിൽ ഈ ചെടി വെക്കണ ഇതിലൊന്ന് നട്ടു നോക്കിയത്. കണ്ടോ, അത്യാവശ്യം നമുക്ക് ചെറിയ നൂഡിൽസിലേക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ, നൂഡിൽസ് ഉണ്ടാക്കാൻ, സൂപ്പ് ഉണ്ടാക്കാനൊക്കെ ഇതിൽ നമുക്ക് മുറിച്ചെടുക്കാമെന്നുള്ളൂ. കണ്ടോ, ഇതുപോലെ ഇപ്പോൾ മഴക്കാലമായി കാരണം നമ്മുടെ ഈ ഉള്ളിക്കൊട്ടയിലൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ മുള വന്നത്, അതിങ്ങനെ എടുത്തിട്ട് കുഴിച്ചിട്ടാൽ മതി. ഇപ്പം ഞാൻ ഇതിലിപ്പോൾ ഒരു ചെറിയ തണ്ട ഉണ്ടാവുള്ളൂ, ഇതിൽ തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചെറുതായിട്ട് മണ്ണിങ്ങനെ മാന്തി കൊടുത്ത് ആ മുള വരുന്ന ഭാഗത്ത് അതിൻ്റെ വേര് താഴത്തേക്ക്, കണ്ട വേര് ചെറുതായിട്ട്, ഇത് മുള വന്നിട്ടുള്ള ഭാഗം എല്ലാവർക്കും അറിയില്ലേ, അത് വേര് വന്നിരിക്കുന്നുണ്ട്. ആ വേരുള്ള ഭാഗം നോക്കിയിട്ട് നമ്മൾ മണ്ണിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അധികം മണ്ണിട്ട് മൂടണ്ട. അതിൽ പകുതി ഭാഗം നമുക്ക് പുറത്തേക്ക് വേണം. ആ മുള വരുന്ന ഭാഗം അതിൽ പകുതിയിലേറെ ഭാഗം പുറത്തേക്ക് നിൽക്കണതൊക്കെ രീതിയിൽ മണ്ണിട്ടിട്ട് ചെറുതായി മൂടിയിട്ട് ഒന്ന് ഈ ഇതുപോലത്തെ പോട്ടിൽ വെച്ചിട്ട് എന്താക്കിയാൽ, ഇപ്പോൾ ഇത് ഈ പോട്ട് തന്നെ വേണമെന്നില്ല, നമുക്ക് കുപ്പിനെ മുറിച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ നമുക്ക് വീണ്ടും ഉള്ളിൽ വെക്കാമെന്ന്. ഇപ്പോൾ മഴയായ കാരണം അകത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളർത്തിയെടുക്കാവുന്നുള്ളൂ. മണ്ണൊക്കെ ഒന്ന് സൈഡിലൊക്കെ തട്ടി കൊടുത്തിട്ട് കണ്ട ഇതുപോലെ ഒന്ന്, അത് നിൽക്കണില്ല, അപ്പോൾ ഞാനൊന്ന് നന്നായി നമ്പർത്തിയൊക്കെ കൊടുത്തൊന്ന് അതിൽ പൊടിത്തട്ടി മണ്ണൊക്കെ തട്ടി കൊടുത്തിട്ട് വെച്ച് ഇനി അതിൽ കുറച്ച് വെള്ളം കേട്ടോ, കുറച്ചധികം നനയരുത്, ഉള്ളിയല്ലേ അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ വെള്ളം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട്, അപ്പോൾ വെള്ളം നനവിനനുസരിച്ചിട്ട് വെള്ളം നന്നായി വറ്റി മണ്ണ് വറ്റിക്ക് എടുക്കണമെങ്കിൽ മാത്രം കുറച്ച് ഇതുപോലെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കണ്ട, ഇത് ആദ്യം ഉണ്ടായിരുന്നത്, മറ്റേത് ഇപ്പോൾ നട്ടത്. നമുക്ക് നോക്കി നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് നമുക്ക് വളർന്ന് വരുമോ എന്നുള്ളത് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇതിൻ്റെ വളർച്ച എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. കണ്ട ഇപ്പോൾ അത്യാവശ്യം കണ്ട ഒരു ഇതിൽ ഇതുപോലെ ഉണ്ട്. അങ്ങനെ കണ്ടോ, ഇപ്പോൾ വെട്ടിയെടുക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വെട്ടിയെടുത്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു സൂപ്പ് ഉണ്ടാക്കിയാലോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അന്ന് തോന്നി നമുക്ക് ഇതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത്. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞില്ലേ, അതേപോലത്തെ കഥയെടുപ്പ് ഇത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇപ്പോൾ തൽക്കാലം നമുക്കൊരു വീട്ടിലേക്കുള്ള സൂപ്പ് ഉണ്ടാക്കാനുള്ളതൊക്കെ അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കത്രകൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാണ് ഈ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനെ വെട്ടിയെടുക്കുകയാണ്. 2-3 പോട്ടിലത്തത് ഞാൻ അങ്ങനെ വെട്ടിയെടുത്ത് നോക്കുമ്പോൾ അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു സൂപ്പ് കുടിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം പറ്റുന്ന അതിന് പറ്റിയിട്ടുള്ള അത്യാവശ്യത്തിനായിട്ടുള്ള, കാരണം ഒരു ഇതിൽ പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മുറിച്ചെടുത്തപ്പോൾ ഇങ്ങനെ നിർത്തി ഇതിൽ നിന്ന് വളരുമെന്നും നമുക്ക് നോക്കാം. ഞാൻ പുറത്തിങ്ങനെ നട്ടിരുന്നപ്പോൾ ഇതിന് ഈ മുറിച്ച ഭാഗത്തുനിന്ന് വീണ്ടും ഇങ്ങനെ വെട്ടിയെടുക്കാവുന്ന രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മീൻകാരൻ വന്നത്. മീൻ വാങ്ങി. അപ്പോൾ ഇതിനെന്താ ചെറിയ വറ്റക്കുട്ടികൾ എന്നാണ് പറഞ്ഞത്. വറ്റക്കുട്ടികളാണ് വാങ്ങിയത്. ഇന്നേക്ക് വേണ്ട, ഇന്നിപ്പോൾ സാമ്പാറുണ്ട്,
അപ്പോൾ അത് വേണ്ട. അപ്പോൾ നാളേക്കലേക്ക് ഞാൻ സാധാരണ അങ്ങനെയാണ്, തലേ ദിവസം മീൻ വാങ്ങി വെച്ചിട്ട് അത് നന്നാക്കിയിട്ട് ഇതുപോലെ നന്നാക്കി ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കും. എന്നിട്ടത് ചെറിയ ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെ ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സുകളിൽ, പ്ലാസ്റ്റിക് ബോക്സിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഇപ്പോൾ നാളേക്കലേക്ക് വറുക്കാനുള്ളതായാലും പിന്നെ കറി വെക്കാനുള്ളത് ഒരുമിച്ച് അങ്ങനെ ഇടുക ചെയ്യുക. ഇട്ട് അത് നിറച്ച് ഇങ്ങനെ അതിൽ ആ ലെവലിൽ വരുന്നത് വരെ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ ഇങ്ങനെ നമ്മൾ പരത്തി വെച്ചിട്ട് ഓരോന്നോരോന്നായി എടുത്തിട്ട് പരത്തി വെച്ച് കൊടുക്കുക. അതിൽ കൊള്ളാവുന്ന രീതിയിലുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ അതിലൊരു പാത്രത്തിൽ എത്ര കൊള്ളുക എന്നുള്ളത്. അപ്പോൾ അത്രയും പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മീനിൻ്റെ ലെവലെത്തുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീനിൻ്റെ ലെവലെത്തുന്നവരെ വെള്ളം ഒഴിച്ചിട്ട് അത് അതിപ്പോൾ നികന്നിട്ടില്ല, കുറച്ചുകൂടി വെള്ളം വേണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് മൂടി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസത്തിന് നമുക്ക് രാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ ഐസ് മാറിയാൽ നമുക്ക് കറി വെക്കാവുന്നതാണല്ലോ. മീനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും വെയിൽ കണ്ടപ്പോൾ വീണ്ടും സ്റ്റാൻഡ് എടുത്ത് പുറത്ത് വയ്ക്കണ്ടേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വയ്ക്കൽ തന്നെ ഇന്നത്തെ പണി തോന്നുന്നുണ്ട്. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ വേഗം ഓടി വന്ന് സ്റ്റാൻഡ് വീണ്ടും പുറത്തേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ എല്ലായിടത്തെ സ്ഥിതി തന്നെയാവും. വെയിൽ കണ്ടാൽ മതി എന്ന് വെച്ചിട്ടപ്പോൾ നമ്മുടെ ഇരിക്കണത് ഒന്ന് മുണ്ടുകളോ തുണികളൊക്കെ അലക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതേ വീണ്ടും വെയിലും മഴയും കൂടെ ഒരുമിച്ച് വന്നു. അപ്പോൾ വീണ്ടും സ്റ്റാൻഡ് പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, വെയിലും മഴയും. അപ്പോൾ പിന്നെ സ്റ്റാൻഡൊക്കെ പുറത്ത് വെച്ച് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോയി. സൂപ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സൂപ്പിനുള്ള പണികളൊക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് പോയി. വെയിൽ വരുമ്പോൾ വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ താഴത്തേക്ക് വയ്ക്കാൻ വെച്ചിട്ട്. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കണതിൻ്റെ മുന്നേ അതിൻ്റെ സൂപ്പിൽ ഒഴിക്കാൻ വേണ്ടി നമ്മളൊരു സൊർക്കയിൽ മിളകിട്ടിട്ട് ഒഴിക്കില്ലേ, അത് ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ അതിലേക്ക് 2 സ്പൂണോ 1 സ്പൂണാവും നിങ്ങളുടെ പുളിയും എരിവിനനുസരിച്ചിട്ടുള്ള ഒരു സൊർക്ക എടുക്കുക. 2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂൺ. അതിലേക്ക് ഇത് നല്ല എരിവുള്ള മിളകായ കാരണം ഞാൻ പകുതി ഒരു വലിയ മുളകായിരുന്നു, പച്ചമുളകായിരുന്നു, അതും ചെറുതായി ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മുറിച്ചത് ഇട്ട് വെച്ച് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൽ സൊർക്കയും ഈ മിളകിൽ ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നീക്കി വെച്ച്. ഇനി നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമായ ഞാൻ വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. കയ്യിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഉള്ളപ്പോൾ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ഉള്ളിയുടെ സ്പ്രിംഗ് ഓണിയൻ എന്ന് അറിയില്ല, അതിൻ്റെ അല്ലാതെ പിന്നെ എൻ്റെ കയ്യിൽ കുക്കുംബർ ഉണ്ട്, 2 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ് കുറച്ച് വലുതാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം വെച്ചാൽ അങ്ങനെ നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളൂ, കാരണം അത് എടുത്തുനിന്ന് മാത്രം. അപ്പോൾ നമുക്ക് അടുപ്പത്ത് ഞാനിപ്പോൾ ഒരു കുക്കറിലാണ് വെക്കണത്. കുക്കറെടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ. അപ്പോൾ ഒലീവ് ഓയിലൊന്നും ഇപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല മണം കേട്ടോ. ഈ സൺഫ്ലവർ ഓയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ മണം കൂടെ അങ്ങനെ വരുമ്പോൾ നല്ലൊരു മണമാണ്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ അല്ല ആദ്യം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഓരോ വെജിറ്റബിൾസായിട്ട് ഇട്ട് കൊടുക്കുക. ബീൻസ് ഇട്ട് കൊടുത്ത്, പിന്നെ കുക്കുംബർ ഇട്ട് കൊടുത്ത്, കുക്കുംബർ ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് അരിഞ്ഞുള്ളത് കേട്ടോ, നിങ്ങൾക്ക് കുടിക്കുന്നതനുസരിച്ചിട്ട്. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത്. ഇപ്പോൾ ക്യാബേജ് ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണമല്ലോ. ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതിനൊന്നും അധികം വേവ് വേണ്ടല്ലോ, പച്ചയ്ക്ക് തിന്നണ വെജിറ്റബിൾസ് അല്ലേ, ഇതിൽ ബീൻസ് മാത്രമാണ് ഒന്ന് ഇതാവേണ്ടതുള്ളൂ. അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഇത് ഞാൻ പ്ലെയിൻ സൂപ്പ് പോലെയാണ്. പ്ലെയിൻ സൂപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഞാനതിൽ എന്താ പറയുക, ന്യൂഡിൽസിൻ്റെ പാക്കറ്റിൽ കിട്ടില്ലേ ആ മസാല, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴന്ന ചെറിയൊരു പച്ചമണം വിട്ടാൽ മതി. ആ പച്ചമണം വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ ചിക്കൻ മസാല നൂഡിൽ മസാല അല്ലേ, നൂഡിൽസിൻ്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടണ മസാല, നൂഡിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമായ കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചിക്കൻ ക്യൂബില്ലേ, നമ്മുടെ ചിക്കൻ ക്യൂബിൻ്റെ ചെറിയൊരു കഷ്ണം
എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എങ്ങനെയാണ് ഫ്ലേവർ ഇഷ്ടം. ചിലപ്പോൾ കുറച്ച് ചിലർക്ക് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കഷ്ണം തന്നെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിൾ സൂപ്പ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ മാത്രമാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ്റെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയാണ് ചിക്കൻ്റെ ക്യൂബൊന്ന് ചെറിയ കഷ്ണം ഒന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. കാരണം ഇതിൽ ഈ മസാലയിലും പിന്നെ ചിക്കൻ്റെ ക്യൂബിലൊക്കെ ഉപ്പുണ്ടാവുമല്ലോ, അതിനെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾ എത്ര വേണം നിങ്ങൾ കുടിക്കണമെന്ന് വെച്ചാൽ, സൂപ്പ് എത്ര കുടിക്കാൻ വേണമെന്ന് വെച്ചാൽ വെള്ളത്തിന് കുറച്ചും കൂടി കൂടുതൽ വയ്ക്കുക. കാരണം അത് വറ്റിക്കണം. ഒന്ന് അതിൽ കിടന്ന് തിളച്ചിട്ടൊന്ന് വറ്റി വരണം. ഒന്ന് ചെറുതായി ഒന്ന് വറ്റിയിട്ട് വേണം നമുക്ക് സൂപ്പാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ അതിനെക്കാട്ടി നിങ്ങൾക്ക് വേണ്ട അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഇതിൽ ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഉപ്പാണ് ഇട്ടത്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു. ഒരു കയ്യിൽ മറ്റേ കയ്യിൽ ഫോൺ വെച്ച് പിടിക്കണ കാരണം ശരിക്കും കിട്ടിയില്ല ഉപ്പിട്ടത്. നന്നായി ഇളക്കിയിട്ട് അങ്ങനെ വരാനായിട്ടുണ്ട് കേട്ടോ. തിളച്ച് തുടങ്ങിയിട്ടില്ല. ഞാൻ എനിക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം. എനിക്ക് ആ സോയ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അത് കാരണം അത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നന്നായി തിളയ്ക്കുന്നുണ്ട്. നല്ല മണമാണ്. ഈ ന്യൂഡിൽസൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇത് സൂപ്പൊക്കെ കുടിക്കുക. അപ്പോൾ നല്ല മണം. അപ്പോൾ ഞാൻ നന്നായി തിളച്ച് വന്നപ്പോൾ ക്യാബേജ് ഇട്ട് കൊടുത്തു കേട്ടോ. അധികം വേവിക്കേണ്ട കാര്യമില്ല. ക്യാബേജ് ഒന്നും അത് ഇതായാൽ മതി. അധികം വെന്തിങ്ങനെ കലങ്ങേണ്ട ആവശ്യമില്ല. ക്യാബേജും ഇങ്ങനെ ചെറുതായിട്ട് പച്ച ഇതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതായി. അപ്പോൾ ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സെർവ് ചെയ്യണ പാത്രം ഏതില്ല കുടിക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നമുക്കൊന്ന് ചൂടോടുക്കണം കുടിക്കണം. അതാണ് ടേസ്റ്റ്. വീഡിയോ എടുക്കല്ലേ ഞാൻ ചിലപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് ചൂടോടുക്കണം ഒഴിക്കണം കേട്ടോ. ഒരാൾക്ക് കുടിക്കാനുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ മക്കളില്ലല്ലോ. മക്കൾക്കൊന്നും അത് വെജിറ്റബിൾ സൂപ്പ് ഇഷ്ടമല്ല. ചിക്കനൊക്കെ ആണെങ്കിൽ ഇഷ്ടം, അവർക്ക് ഇഷ്ടം. ന്യൂഡിൽസ് വേണമെങ്കിൽ ഇതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് അധികം ഇടരുത്. കുറച്ച് ന്യൂഡിൽസ് ഇതിൽ എടുത്തിട്ട് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഉള്ളിയുടെ എല്ലാം മുറിച്ച് വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലിട്ട് ഞാൻ സോർക്കയും പച്ചമുളകും ഇല്ലേ അതുകൊണ്ട് ഒഴിക്കുക. ആ ചൂടോടുക്കാൻ അത് ഒഴിച്ചിട്ട് വരും. നല്ലൊരു മണമാണ്. ആ ഒരു പുളിയും എരിവിൻ്റെ മണം ആ മസാലയുടെയും എല്ലാം കൂടെ ഒരു നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുക്കനെ കുടിക്കണം അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര വരെയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു.